ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സിനായിരുന്നു നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജന സർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മളെല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്തുകൊണ്ട്, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ, അതുപോലെ ക്ലച്ച്, പ്ലഗ് ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ക്ലച്ചിൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കൊന്ന് എയർ അടിച്ച് ക്ലീൻ ചെയ്യാം. അതിൻ്റെ വേരിയേറ്റർ ബോഡി, റോളർ വെയിറ്റ് നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ബോസ് ഡ്രൈവ് ആയാലും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ഓട്ടോ ക്ലച്ചിൽ ഉണ്ടായാലും നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നും കാണിക്കുന്നില്ല. ഫുള്ളായിട്ടൊന്ന് അയച്ച് ക്ലീൻ ചെയ്താൽ മതി. നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ബെൽറ്റായാലും കിടക്കണം. ബെൽറ്റ് കുഴപ്പമില്ലാത്ത ബെൽറ്റാണ്. ഒരു ബാൻഡോ പറഞ്ഞ ഒരു കുറഞ്ഞ കമ്പനിയുടെ ബെൽറ്റാണ് കിടക്കുന്നത്. എന്നാലും നല്ല ബെൽറ്റാണ്. നമുക്ക് അതിനെ യൂസ് ചെയ്യാം. വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ കിടക്കുന്നത് പുതിയ ഫിൽറ്ററാണ്. അതും കമ്പനി ഫിൽറ്ററൊന്നല്ല കിടക്കുന്നത്. തൽക്കാലം നമുക്ക് അതന്നെ ക്ലീൻ ചെയ്തിടാം. എയർ ഫിൽറ്ററും പ്ലഗും കൂടി നമുക്ക് അതിനാണ് ക്ലീൻ ചെയ്തിട്ടാൽ മതി. അടുത്ത സർവീസൊക്കെ വരുമ്പോഴേക്കും നമുക്കത് എയർ ഫിൽറ്ററും പ്ലഗും കൂടി മാറ്റിയാൽ മതി. ഇപ്പോൾ മാക്സിമം ഉപയോഗിക്കുക, എന്നിട്ട് മാറ്റിയാൽ മതി. പുതിയതല്ല, കമ്പനി ഫിൽറ്റർ ഇല്ലാന്നൊരു കാരണമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഒരു കിക്കർ ജാമിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറയണം. കിക്കർ അത് ഇവിടുത്തെ ഒരു മില്ലിങ്ങിൻ്റെ തേയ്മാനം കാരണം കൊണ്ട് ആ ജാമായി കിടക്കാറുള്ളൂ. അപ്പോൾ നമുക്ക് ആ കിക്കറിന് ഒരു ഭാഗം ഒരു ചെറിയ സ്പോട്ട് വെൽഡ് ചെയ്തിട്ട് വേണം അത് ക്ലിയർ ചെയ്യാം കേട്ടോ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഹെഡിൻ്റെ ഈ ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ലീക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഒരു കവർ അയച്ചിട്ട് അതിനൊരു ഗ്യാസ്കറ്റ് ഒന്ന് മാറ്റിയിട്ട് വേണം നമുക്കത് റീസെറ്റ് ചെയ്യാം. ഇതുകൊണ്ട് ഈ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് സെൽഫൊന്നും വർക്കിംഗ് അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ വേറൊരു ബാറ്ററി വെച്ചിട്ട് വണ്ടി സെൽഫൊക്കെ അടിച്ച് വണ്ടി ഓടിച്ചു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ചെറിയ രീതിയിൽ വൈബ്രേഷനും ഫ്രണ്ടിൽ നിന്നൊരു സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. നമ്മളതിൻ്റെ ബാറ്ററി ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ബാറ്ററി ഇരിക്കുന്നത് SF സോണിക്ക് വേണ്ടിയുള്ളൊരു കമ്പനിയുടെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. നിലവിൽ അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.50 അത്യാവശ്യം വോൾട്ട് കാണിക്കുന്നില്ല. അത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ബാറ്ററിക്ക് വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് അറിയാനാണ്. ബാറ്ററി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. റെഡ് ലൈറ്റാണ് കത്തിയിരിക്കുന്നത്. ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ കംപ്ലൈൻറ്റാണ് കാണിക്കുന്നത്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്ത് നോക്കാം. ചാർജ് ചെയ്തിട്ടും ടെസ്റ്റ് ചെയ്യുമ്പോൾ കംപ്ലൈൻറ്റാണ് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബാറ്ററി മാറ്റി കളയേണ്ടി വരും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളൊന്നും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. സ്പീഡോമീറ്ററും വർക്കിംഗ് ആണ്. പിന്നെ ഫ്രണ്ടിൽ ഒരു സൗണ്ടൊക്കെ പറയാമല്ലോ. അതിൻ്റെ ഈ ഷോക്കപ്പിൻ്റെ ബുഷുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ ആയിട്ടുണ്ട്. 2 ഷോക്കപ്പിൻ്റെ ബുഷ് നമുക്കത് മാറ്റണം. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ലിങ്ക് ബുഷ്, അതിൻ്റെ കോളറിൻ്റെ ചെറിയൊരു പ്ലേ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ കോളർ മാത്രം ഒന്ന് മാറ്റിയിട്ടൊന്ന് വേണം അത് റീസെറ്റ് ചെയ്യാം. ഫ്രണ്ടിൻ്റെ ബ്രേക്സിനും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് അതിന് ഉപയോഗിക്കാം. അതിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ എയർ ഫിൽറ്റർ, സെക്കൻഡറി ഫിൽറ്റർ പറയും. അപ്പോൾ അതും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്കതും ക്ലീൻ ചെയ്തിട്ടാൽ മതി. പിന്നെ നമ്മൾ എഞ്ചിൻ ഓയിലും ചെക്ക് ചെയ്തായിരുന്നു. എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിലവിൽ കുഴപ്പമില്ലാത്ത ഓയിലാണ് കാണിക്കുന്നത്. ഒരു 150-200 മിനിറ്റ് അടുത്ത് കുറവ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് ടോപ്പപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ. പിന്നെ അങ്ങനെ വേറെ പറയത്തൊക്കെ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. സർവീസിൻ്റെതായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് മാറ്റേണ്ട പാർട്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലെ ഷോക്കപ്പിൻ്റെ ബുഷും ആ ലിങ്കിൻ്റെ ഒരു കോളർ ബുഷുമാണ് നമുക്ക് മാറ്റേണ്ടത്. പിന്നെ അതുപോലെ കിക്കറിൻ്റെ ഭാഗം ഒന്ന് വെൽഡ് ചെയ്യണം. ബാറ്ററി ഒന്ന് ചാർജ് ചെയ്യണം. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ട വർക്കുകൾ. ഇത് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. കൊച്ചിൻ്റെ ഭാഗത്തൊന്ന് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ബാക്കിലെ ബ്രേക്കും കൂടി ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യാണ്ട്. അപ്പോൾ ഫ്രണ്ട് വീൽ അയച്ചുകൊണ്ടാണ് ബാക്ക് അയക്കുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് വീലും കൂടി അയച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യാണ്ട്. ഓക്കെ. അപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.